ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്, 3ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയം. അപ്പോൾ ഇടയ്ക്കുള്ള ഇൻ്റർവെൽ സമയത്ത് കുട്ടികളൊക്കെ കൂടി പുറത്തിറങ്ങി നിന്ന് ഓടിച്ചാടി കളിക്കുന്നതിൻ്റെ ഇടയിൽ മെയിൻ റോട്ടിൽ കൂടെ ഒരു ജാഥ പോകണമെന്നും പറഞ്ഞിട്ട് കുട്ടികൾ ബഹളം കൂട്ടിയപ്പോൾ ഞങ്ങളൊക്കെ കൂടി പോയി ഗേറ്റിൽ പോയി നിന്ന് കാണാൻ പോയി. അപ്പോൾ ജാഥയുടെ മുന്നിൽ ഒരാളൊരു ചുവന്ന മാലയിട്ട് നടക്കുന്നുണ്ട്, പിന്നാലെ മറ്റ് സഖാക്കളെല്ലാം തന്നെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാകുന്നു. ആ മുന്നിൽ പോകുന്ന ആൾ അവിടെ നിന്ന് സംസ്ഥാന നിലവാരത്തിൽ കണ്ടശാങ്കടവിൽ ചകിരിത്തൊഴിലാളികളുടെ ഒരു വലിയ സമരം നടക്കുന്നുണ്ടായിരുന്നു. സംസ്ഥാന തലത്തിൽ നടക്കുന്ന ആളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകൈ എടുത്തിട്ട്. അവിടെ ദിവസവും പിക്കറ്റിങ് നടക്കും, ഭീകരമായ മർദ്ദനം. പോലീസുകാർ അവിടെ വെച്ചിട്ട് തന്നെ പിക്കറ്റിങ് ചെയ്യുന്നവരെയൊക്കെ തന്നെ ബൂട്ടോട്ടിട്ട് ഇടിക്കലും ചുട്ടും എന്നുള്ള റിപ്പോർട്ടുകൾ സ്ഥിരമുള്ളതാണ്. അപ്പോൾ ആ ജാഥയിൽ പോകുന്ന ആൾ അങ്ങനെ ഇടികൊള്ളാൻ പോകുന്ന ആളാണ്. അപ്പോൾ ജാഥ അടുത്തെത്തിയപ്പോഴാണ് കാണുന്നത് ആ ജാഥയുടെ മുന്നിൽ മാലിട്ട് കാണുന്നിരുന്ന ആൾ എൻ്റെ മൂത്ത ചേട്ടനാണ്. അത് കണ്ടുകൊണ്ട് ഞാനാകെ വിഷമിച്ചു. അത് കുട്ടികളാണെങ്കിൽ എന്നെ അങ്ങ് ഇത് ചെയ്യാൻ തുടങ്ങി. ചേട്ടൻ്റെ അവർ പോലീസിൻ്റെ ഇടികൊള്ളാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് ആ കരഞ്ഞു പോയി. അപ്പോൾ അന്നൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി കൂടിയായിരുന്ന ഒരു അധ്യാപകനാണ് എന്നെ പിടിച്ചുകൊണ്ടുപോയി സാന്ത്വനിപ്പിച്ച് കുട്ടികളെ മാറ്റി നിർത്തി വഴക്ക് പറയുന്നത്. അത് അത്തരം ഒരു വികാരം മനസ്സിലിങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു ശരിക്കും. അതാണോ എന്നെ അങ്ങനെ ഒരു ഭൗതികവാദ ചിന്തയിലേക്കൊക്കെ ഇടിച്ചു നോക്കിയാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം